Narayanan and this is Science Education Center Malappuram. English Common Paper Lesson 8, a village cricket match by A.G. McDonnelly. A.G. McDonnelly was born in Aberdeen and educated at Winchester. He served the Royal Field Artillery during the First World War from 1922 to 1927. He was a member of the headquarters staff of the League of Nations Union. Under the pseudonym Neil Gordon, he wrote a number of short detective stories. He employed another pseudonym, John Cameron. Among his works may be mentioned England, Their England, My Scotland, The Spanish Pistol and Other Stories. His England, Their England was his first book. It is a humorous satire on the typical aspects of English national life. A village cricket match, an extract from the book, reduces the heroic game to a human comedy. A.G. മാക്ഡൊണേൽ ജനിച്ചത് അബർഡീനിലാണ്, വിഞ്ചസ്റ്ററിലാണ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത്. അദ്ദേഹം റോയൽ ഫീൽഡ് ആർട്ടിലറിയിൽ ആയിരുന്നു ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് വർക്ക് ചെയ്തിരുന്നത്. 1922-27 കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു മെമ്പറായിരുന്നു ലീഗ് ഓഫ് നേഷൻസ് യൂണിയനിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ. അപ്പോൾ അദ്ദേഹം നീൽ ഗോർഡൻ എന്ന തൂലികാനാമത്തിൽ ഒരുപാട് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജോൺ ക്യാമറൺ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ട്, ദെയർ ഇംഗ്ലണ്ട്, മൈ സ്കോട്ട്ലാൻഡ്, സ്പാനിഷ് പിസ്റ്റൾ ആൻഡ് അതർ സ്റ്റോറീസ്, ഇതൊക്കെ ഫേമസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബുക്കാണ് ഇംഗ്ലണ്ട്, ദെയർ ഇംഗ്ലണ്ട്. അതൊരു ഹ്യൂമറസ് സറ്റയറാണ്. ഇംഗ്ലീഷ് നാഷണൽ ലൈഫിനെ കളിയാക്കിക്കൊണ്ട് പറയുന്ന ഒരു ബുക്കാണത്. അപ്പോൾ അതിലുള്ള ഒരു എക്സ്ട്രാക്റ്റാണ്, അതിലുള്ള ഒരു ഭാഗമാണ് എ വില്ലേജ് ക്രിക്കറ്റ് മാച്ച് എന്ന് പറയുന്നത്. ഇത് എന്താ പറയുക, ഈ ഒരു ക്രിക്കറ്റ് എന്നുള്ള ഹീറോയിക് ഗെയിമിനെ ഒരു ഹ്യൂമൻ കോമഡി ആയിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. The match reached a critical stage. On the bowling side, the fieldsmen were drawing nearer and nearer to the batsman. അപ്പോൾ മാച്ച് അതിൻ്റെ ഒരു പറയാം ഏറ്റവും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ബൗളിംഗ് സൈഡിൽ ഫീൽഡ്സ്മാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബാറ്റ്സ്മാൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. സ്നീക്ക് ത്രൂ ദ സ്ലിപ്സ് ബ്രോട്ട് എ സിംഗിൾ. അപ്പോൾ അങ്ങനെ കൈ വഴുതിയിട്ട് അങ്ങനെ അയാളൊരു സിംഗിൾ അടിച്ചു. ദ വാസ് എ by 2. The batsmen were cautious and single came through a miss hit. അപ്പോൾ അതും പിന്നെ ബാറ്റ്സ്മാൻ വളരെ ജാഗ്രതയോടെ നിന്നിരുന്ന ഒരു മിസ് ഹിറ്റിലൂടെ പിന്നെയും അയാൾക്ക് ഒരു സിംഗിൾ കിട്ടി. മിസ്റ്റർ പൊലോക്സ് ഓവർത്രോ റിസൾട്ടഡ് ഇൻ 2 more runs. അപ്പോൾ പൊലോക്കിൻ്റെ ആ ഒരു തെറ്റായിട്ടുള്ള ഓവർത്രോ എന്ത് ചെയ്തു, പിന്നെയും 2 റൺസും കൂടെ അയാൾക്ക് കിട്ടി. At this scores were level and 2 more wickets to fall. അപ്പം സ്കോറൊക്കെ ഒരേ ലെവലിലായിരുന്നു, 2 വിക്കറ്റും കൂടെ കിട്ടണമായിരുന്നു. മേജർ ബൗൾഡ് ആൻഡ് ദ സെക്സ്റ്റൺ ഹിറ്റ് ഇറ്റ് ഹാർഡ് ആൻഡ് ബൂൺ എഫക്റ്റഡ് എ ബ്രില്യൻ ക്യാച്ച്. മേജർ ബൗൾ ചെയ്തു, സെക്സ്റ്റൺ അതടിച്ചു, അപ്പോൾ ബൂണ് അതൊരു ക്യാച്ച് ചെയ്തു. ഡൊണാൾഡ് കൺഗ്രാജുലേറ്റഡ് ബൂൺ. അപ്പോൾ ഡൊണാൾഡ് ബൂണിനെ കൺഗ്രാജുലേറ്റ് ചെയ്തു. വൺസ് അഗെയിൻ ദ സ്കോർസ് വെർ ഈവൻ. There was Blacksmith and his runner the baker. അപ്പോൾ ഒരു സ്കോർസ് ഈവനായി. അപ്പം ബ്ലാക്ക് അദ്ദേഹത്തിൻ്റെ റണ്ണർ ബേക്കറും ഉണ്ടായിരുന്നു. ബ്ലാക്ക് സ്മിത്ത് ഹിറ്റ് എ ബോൾ, ഇറ്റ് വെൻറ്റ് അപ്പ് ആൻഡ് അപ്പ്. ബ്ലാക്ക് സ്മിത്ത് ഒരു ബോൾ അടിച്ചു, അത് മേലേക്ക് പോയി. ദ ഫീൽഡർ റാൻ to the other end calling Joe the baker to run for the invalid. A call for Blacksmith to run. Halfway down the pitch, the 3 fielders fell on the ground. അപ്പോൾ ഫീൽഡർ ജോ ബേക്കറിനെ വിളിച്ചു, പിന്നെ ബ്ലാക്ക് സ്മിത്തിനോടും പറഞ്ഞു. എന്നിട്ട് ഈ പിച്ചിൻ്റെ ഒരു പകുതി വഴി എത്തിയപ്പോൾ എന്ത് ചെയ്തു, 3 പേരും കൂടെ ഗ്രൗണ്ടിൽ വീണു. ഫീൽഡേഴ്സ് were uncertain and disorganized. Too many men, everyone except Boone and youth in the jumper moving towards the ball. Mr. Southwood ran for it. Captain Hodge. അപ്പോൾ ഫീൽഡേഴ്സിനെ തെറ്റായിട്ട് രീതിയിലുള്ള ഓർഗനൈസ് ചെയ്തതെന്ന്. അപ്പോൾ ഒരുപാട് ആളുകൾ അപ്പം ബൂണും അതുപോലെ തന്നെ ബ്ലൂ ജമ്പറും ബാളിൻ്റെ അടുത്തേക്ക് ഓടി. അതുപോലെ തന്നെ സത്തൂട്ടും അതിനു വേണ്ടി ഓടി, ക്യാപ്റ്റൻ ഹോഡ്സിൻ്റെ ഓർഡറിൽ. പ്രൊഫസർ ഓഫ് ബാലിസ്റ്റിക്സ് റാൻ ഫോർ ദ ക്യാച്ച്. പ്രൊഫസർ ഓഫ് ബാലിസ്റ്റിക്സ് അത് ക്യാച്ച് ചെയ്യാനായിട്ട് ഓടി. കൊളൈഡഡ് വിത്ത് ഡൊണാൾഡ് സൗത്ത്കോട്ട് ആൻഡ് ഡാഷ്ഡ് അഗെയിൻസ്റ്റ് ഡൊണാൾഡ്. ദ വിക്കറ്റ് കീപ്പർ 2 ran and bumped against the പ്രൊഫസർ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കൂട്ടിയിടിക്കുകയാണ് ചെയ്യുന്നത്.
The ball came down and landed on Professor's head and trickled down slowly. അപ്പോൾ ബോൾ പ്രൊഫസറുടെ തലയിലാണ് വന്ന് വീണത്. എന്നിട്ട് അത് എന്താ അങ്ങനെ ഉരുണ്ട് താഴെ വീണു. Then the ball came down and landed on പിന്നെ മിസ്റ്റർ പൊള്ളോക്ക് എന്ത് ചെയ്തു? Fell and there were wild uproar and applause for his catch. അപ്പോൾ പൊള്ളോക്ക് അത് ക്യാച്ച് ചെയ്തു. അപ്പം എല്ലാവരും എന്താ പറയുക ഇങ്ങനെ ഭയങ്കര കരഘോഷം മുഴക്കി. മാച്ച് ടൈ ആയി, മീൻസ് രണ്ട് കൂട്ടർക്കും തുല്യമായിട്ടുള്ള ഒരു ഇതിലായിരുന്നു. Both teams celebrated the event of this cricket match with gusto at the three horseshoes. Donald got home feeling that he had not learned very much about the English from his experience of their national game. അപ്പോൾ രണ്ട് ടീമും ഈ ഇവൻറ്റിനെ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഡൊണാൾഡ് ഹോം വീട്ടിൽ പോയത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഇംഗ്ലീഷുകാരുടെ നാഷണൽ ഗെയിമിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാതെയാണ് പോയത്. How does McDonald reduce a heroic game of cricket to a human comedy? അപ്പോൾ അദ്ദേഹം ഈ ഒരു ഹീറോ ഗെയിമായിട്ടുള്ള ക്രിക്കറ്റിനെ എങ്ങനെ ഹ്യൂമൻ കോമഡി ആയിട്ട് മാറ്റിയത്? Cricket match between workers 11 and officials 11 of Fordenden reached a decisive stage. അപ്പം ഈ ക്രിക്കറ്റ് മാച്ച് വർക്കേഴ്സ് 9-ഉം ഒഫീഷ്യൽസ് 9-നും തമ്മിലുള്ള ഒരു നിർണായകമായ ഒരു സ്റ്റേജിലായിരുന്നു. ലിവിങ്സ്റ്റോൺ, പൊള്ളോക്ക്, മിസ്റ്റർ സൗത്ത്കോട്ട് ആൻഡ് മിസ്റ്റർ ഹോർജ് പ്രിപ്പയർഡ് ദംസെൽവ്സ് വെൽ. അപ്പോൾ ലിവിങ്സ്റ്റോണും പൊള്ളോക്കും മിസ്റ്റർ സൗത്ത്കോട്ടും മിസ്റ്റർ ഹോർജും ഒക്കെ വളരെയധികം പ്രിപ്പയർഡ് ആയിരുന്നു. ദ ബാറ്റ്സ്മാൻ ഡിഫെൻഡഡ് സ്റ്റബോൺലി. ബാറ്റ്സ്മാൻ വളരെ നന്നായിട്ട് പ്രതിരോധിച്ചു. A sneak through the slips and another ball brought a bye. Mr. Harcourt was on guard at third man. മൂന്നാമത്തെ ആളടുത്ത് മിസ്റ്റർ ഹാർക്കോട്ട് ആയിരുന്നു. ദ ബാറ്റ്സ്മാൻ വെർ ടേക്കിംഗ് നോ റിസ്ക്. അവരൊരു റിസ്ക് എടുക്കുന്നുണ്ടല്ല. 1 more run came and another single was scored off by miss hit. അപ്പം ഇങ്ങനെ റൺസ് വന്നുകൊണ്ടായിരുന്നു. മിസ് ഹിറ്റിലൂടെയൊക്കെ പിന്നെയും റൺസ് കിട്ടി. മിസ്റ്റർ പൊള്ളോക്ക് ഫ്ലങ് ദ ബോൾ ബാഡ്ലി അറ്റ് ദ വിക്കറ്റ് ആൻഡ് 2 overthrows റിസൾട്ടഡ്. അപ്പം ബോള് മിസ്റ്റർ പൊള്ളോക്ക് വെറുതെ അങ്ങോട്ട് മാഡായിട്ട് എറിഞ്ഞിട്ട് പിന്നെയും 2 overthrow വന്നു. സ്കോർസ് വെർ ലെവൽ. സ്കോർസ് ലെവലായിരുന്നു, ഈക്വലായിരുന്നു. മേജർ ബോളിൻ്റെ ഫാസ്റ്റ് ഹാഫ് വോളി ഓൺ ദ leg stump. The sexton hit the ball and fair and square at Mike Boone, who clapped his hands to avoid the hit and incidentally caught the ball. അപ്പോൾ സെക്സ്റ്റൺ ബോൾ ഹിറ്റ് ചെയ്തപ്പോൾ ബൂൺ അത് ക്യാച്ച് ചെയ്തു. ഹി വാസ് ബിസി മസാജിങ് ദ ഇൻജേർഡ് പാർട്ട് വിച്ച് ദ ക്രൗഡ് അപ്ലോഡ്. അപ്പോൾ എന്താ പറയുക, ഇയാൾ ഇത് തലയിൽ തട്ടിയിട്ട് ഇത് ഒഴിയുന്ന സമയത്ത് ആളുകളൊക്കെ ക്യാച്ച് ചെയ്തതിന് കരഘോഷം മുഴക്കി. There was one more wicket to fall. The last man in was the blacksmith leaning on the shoulder of the baker who was going to run for him. He was in a great rage and the first ball he received he lashed at wildly to an enormous height. Up and up the ball went and seemed to hang motionless. In the meantime, the blacksmith set out a fast pace for the other end, asking the baker to run too. Joe, the baker, ran with his face upwards. Halfway down the pitch, the three ran and collided with each other and fell down. ഒരു വിക്കറ്റും കൂടെ കിട്ടാനുണ്ടായിരുന്നു. Last man in was blacksmith leaning on the shoulder of the baker who was going to run for him. അപ്പോൾ എന്താ പറയുക, ബ്ലാക്ക് എന്താ പറയുക ഇങ്ങനെ ഷോൾഡറിൻ്റെ ബ്ലാക്ക് ലീനിങ് ഓൺ ദ ഷോൾഡർ ഓഫ് ദ ബേക്കറിൻ്റെ ഷോൾഡറിൽ എന്താ പറയുക ലീൻ ചെയ്തിട്ട്, മീൻസ് എന്താ പറയുക അയാൾക്ക് വേണ്ടി ഓടുമായിരുന്നു. ഹി വാസ് ഇൻ എ ഗ്രേറ്റ് റേജ് ആൻഡ് ഫസ്റ്റ് ബോൾ റിസീവ്ഡ് ഹി ലാഷ്ഡ് അറ്റ് വൈൽഡ്ലി ടു എൻ എനോർമസ് ഹൈറ്റ്. അപ്പോൾ അയാൾ ഭയങ്കര ഇതിലായിരുന്നു. അപ്പോൾ ആദ്യത്തെ ബോൾ എന്ന് പറയുന്നത് എന്താ പറയുക ഇങ്ങനെ ഒരു പെട്ടെന്ന് ഭയങ്കര ഹൈറ്റിൽ പോയി. അപ്പ് ആൻഡ് അപ്പ് ദ ബോൾ വെൻറ്റ് ആൻഡ് സീം ടു ഹാങ് മോഷൻലെസ്. അതിങ്ങനെ നല്ല ഉയർത്തിക്ക് പോയി. In the meantime, blacksmith set out the fast pace for the other end, asking to baker. അപ്പോൾ ബ്ലാക്ക് ബേക്കറിനോട് അങ്ങോട്ട് ഓടാനായിട്ട് പറഞ്ഞു. ജോ ദ ബേക്കർ റാൻ വിത്ത് ഹിസ് ഫേസ് അപ്വേർഡ്സ്. ജോ ഫേസ് മേലേക്കാക്കിയിട്ട്
ഓടി. ഹാഫ് എ വേ ഡൗൺ ദ പിച്ച് ദ ത്രീ റാൻ ആൻഡ് കൊളൈഡഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഫെൽ ഡൗൺ. അപ്പോൾ ആ സമയത്ത് 3 പേരും കൂടെ കൂട്ടിയിടിച്ചിട്ട് അവിടെ വീണു. ഫീൽഡിംഗ് സൈഡ് വാസ് ഡിസോർഗനൈസ്ഡ്. അപ്പോൾ ഫീൽഡിംഗ് സൈഡ് തെറ്റായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദർ വാസ് ടു മെനി മെൻ ഓൺ ദ ജോബ്. അപ്പോൾ ഫീൽഡ് ചെയ്യാൻ തന്നെ കുറേ ആൾക്കാർ. മിസ്റ്റർ ഹോട്ട്സ് മൂവ് ടു ക്യാച്ച് എ ബോൾ അലോങ് വിത്ത് ബൂൺ ആൻഡ് മേജർ ഹോക്കർ. മിസ്റ്റർ ബോളും ബൂണും മേജർ ഹോക്കറും ഒക്കെ എന്താണ് ഈ ബോൾ ക്യാച്ച് ചെയ്യാനായിട്ട് ഓടി. മിസ്റ്റർ ഹാർക്കോട്ട് വാസ് റണ്ണിങ് റൗണ്ട് ആൻഡ് ഗിഗ്ലിംഗ് ഫോളിഷ്ലി. അയാൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ചിരിച്ചിട്ട്. ലിവിങ്സ്റ്റോൺ ആൻഡ് സൗത്ത്കോട്ട് മൂവ് ക്ലോസ്ലി. അവർ രണ്ടുപേരും അടുത്തേക്ക് വന്നു. മിസ്റ്റർ ഹോട്ട്സ് യെൽഡ് അബൌവ് ദ ഡീം, യുവേഴ്സ് ലിവിങ്സ്റ്റോൺ. Earlier, Livingstone had missed 2 easy catches. Not hearing anything, Livingstone proceeded forward. The professor of ballistics proceeded to the spot and unfortunately collided on the way with Donald and knocked him over Bobby. Southcote tripped over the recumbent Donald. അപ്പോൾ പിന്നെയും എന്ത് പറ്റി? ഇവർ ലിവിങ്സ്റ്റോൺ അങ്ങോട്ട് പ്രൊസീഡ് ചെയ്തു, പ്രൊഫസർ ബാലിസ്റ്റിക്കും പ്രൊസീഡ് ചെയ്തു ആ സ്പോട്ടിലേക്ക്. അപ്പോൾ എന്ത് ചെയ്തു? ആ സമയത്ത് ഡൊണാൾഡും ആയിട്ട് ഇടിച്ചു. ബോബും സൗത്ത്കോട്ടും എന്താണ് ഡൊണാൾഡിൻ്റെ മേലെ കൂടെ വീണു. At last the ball came down and it landed with a sharp report on the professor's head. It leapt up in the air a foot or two, fell on the astonished Boone's head. അപ്പോൾ എന്താണ് അവസാനം ബോൾ എന്ത് ചെയ്തു? താഴെ വീണു. എന്താ പറയുക, പ്രൊഫസറിൻ്റെ ഹെഡിലാണ്, തലയിലാണ് വീണത്. അപ്പം ഇറ്റ് ലെഫ്റ്റ് അപ്പ് ഇൻ ടു ദ എയർ. പിന്നീടും അത് ഇങ്ങനെ എന്താ മേലേക്ക് പോയിട്ട് പിന്നെ എന്ത് ചെയ്തു? ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന ബൂണിൻ്റെ തലയിൽ വീണു. ബൈ ദിസ് ടൈം മിസ്റ്റർ ഷേക്സ്പിയർ പൊള്ളോക്ക് സ്പ്രാങ് ഇൻ ടു ആക്ടിവിറ്റി ആൻഡ് ഗ്രാബ്ഡ് ഇറ്റ് ഓഫ് ദ സീറ്റ് ഓഫ് ദ വിക്കറ്റ് കീപ്പേഴ്സ് ട്രൗസർ. ദ മാച്ച് വാസ് ടൈ. അപ്പോൾ എന്ത് ചെയ്തു? ഈ സമയത്ത് ഷേക്സ്പിയർ പൊള്ളോക്ക് അത് പിടിച്ചു, അത് തട്ടിയെടുത്തിട്ട് വിക്കറ്റ് കീപ്പറിൻ്റെ അടുത്തേക്ക് ഇട്ടു. അപ്പോൾ മാച്ച് ടൈ ആയിരുന്നു. നോ വൺ ന്യൂ എക്സെപ്റ്റ് മിസ്റ്റർ ഹോട്ട്സ്, യൂത്ത് ആൻഡ് മിസ്റ്റർ പൊള്ളോക്ക്. In the meantime, the 2 batsmen and the runner picked themselves up and were bent on completing single to give Forden the crown of victory. All these 3 ran for the same wicket and realizing their error, all the 3 ran for the other like Troika. ആൻഡ് ദ മാച്ച് വാസ് ടൈ. അപ്പോൾ 3 പേരും ഒരേ പന്തിന് വേണ്ടിയിട്ടാണ് ഓടിയത്. ഇതറിയാതെ എന്താ ഒരു റഷ്യൻ വെഹിക്കിളിൽ 3 ഹോഴ്സസിനെ ഇതാക്കണ പോലെയായിരുന്നു ഇവർ ഓടിയിരുന്നത്. മാച്ച് ടൈ ആയി. മീൻസ് 2 പേർക്കും സെയിം പോയിൻ്റ് ആയിരുന്നു. ഡോൺ ഗോട്ട് ഹോം വിത്തൗട്ട് ലേണിംഗ് മച്ച് അബൌട്ട് ഇംഗ്ലീഷ് ഫ്രം ഹിസ് എക്സ്പീരിയൻസ് ഓഫ് ദെയർ നാഷണൽ ഗെയിം. അപ്പോൾ ഇംഗ്ലീഷിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ നാഷണൽ ഗെയിമിനെ കുറിച്ചും കാര്യമായി പഠിക്കാതെ ഡൊണാൾഡ് വീട്ടിലേക്ക് തിരിച്ചു പോയി എന്നാണ് പറയുന്നത്. ഡിസ്ക്രൈബ് ദ കോഴ്സ് ഓഫ് ദ മാച്ച് അണ്ടിൽ ദ ബ്ലാക്ക് സ്മിത്ത് വാസ് ഔട്ട്. അത് ആൻസർ 3യും 4 പാരഗ്രാഫിലാണ്. ഡിസോർഗനൈസേഷൻ ഓഫ് ദ ഫീൽഡേഴ്സ് ആൻഡ് ദ ഫൈനൽ വിക്ടറി 5th and 6th paragraphലാണ്. State whether the following statements are true or false. Last man in was the blacksmith who was in a great rage. True. The sexton hit the ball which flashed like a thunderbolt. It is true. Donald walked up and shyly added his congratulations to Boone. True. Napoleon did not call up every available man for a battle. False. A moment later, Bobby Southcote came racing upon the trip over the recumbent Boone. False. On the fielding side, there was uncertainty and disorganization. Ball struck Boone's midriff and he caught it unawares. There was doubt, confusion among the various. Then Hodge remembered the 2 balls missed by Livingstone. Mr. Harcourt made a speech in, it's not clear. How did the batsman get a bye? A ball which eluded the publisher's gigantic pads brought a bye. അപ്പോൾ ഒരു ബോള് എന്നാണ് എന്താ ഈ മീൻസ് ഇത് ഒഴിഞ്ഞു മാറിയത്. ഹൂ among the batsman took no risk. Why? അപ്പം ബാറ്റ്സ്മാൻ by nature cautious man, one being old and the sexton, the other the postman and therefore a government official, were taking no risk. അപ്പോൾ ഈ ബാറ്റ്സ്മാൻ എന്താണ് ഭയങ്കര ജാഗ്രതയുള്ള മനുഷ്യനാണ്. ഒന്ന് പ്രായമുള്ള, ഒന്ന് സെക്സ്റ്റൺ ആണ്, മറ്റേത് എന്താണ് പോസ്റ്റ്മാൻ ആണ്, ഒരു ഗവൺമെൻറ് ഓഫീഷ്യലാണ്. അതുകൊണ്ട് ഒരു റിസ്ക്കും എടുത്തില്ല.
When did scores become level? When there was one wicket to fall, the scores were level. അപ്പോൾ ഒരു വിക്കറ്റും കൂടെ പോകാനുള്ള സമയത്താണ് സ്കോർസ് ലെവലായത്. Who was the last wicket to fall? Blacksmith received the ball and lashed it wildly and hit it straight up into the air and was caught out by Mr. Shakespeare Pollock. അപ്പോൾ ബ്ലാക്ക്സ്മിത്താണ് ആ ബോൾ റിസീവ് ചെയ്തത്. എന്നിട്ട് അത് അടിച്ചു അപ്പം അത് മിസ്റ്റർ ഷേക്സ്പിയർ പൊലോക്ക് പിടിച്ചു. Was Boone happy about the catch? He caught the ball in astonishment but threw it down angrily and started to massage in the spot. അപ്പോൾ എന്താണ് ഈ ബൂൺ ഇത് ക്യാച്ച് ചെയ്തപ്പോൾ സന്തോഷത്തിലായിരുന്നു. അയാൾ ആകെ ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഇത് അയാൾക്ക് കിട്ടിയത്. അപ്പോൾ ഇത് തലയിൽ വീണതിൻ്റെ സ്പോട്ടിൽ മീൻസ് അയാൾ മസാജ് ചെയ്യുന്നു ഇത് എറിഞ്ഞിട്ട്. How is the principle of gravitation described in the lesson? അപ്പോൾ ഗുരുത്വാകർഷണത്തിനെ കുറിച്ച് ഇതിൽ എങ്ങനെയാണ് പറയണത്? What at last the ball came down. Dr. Mr. Hodge, it seemed a long time before the invention of Sir Isaac Newton finally triumphed. How and why did the hopes of the villagers fall at the end? Effort of blacksmith was in vain, for Mr. Pollock had grabbed the ball and match was a tie. Thus the single that was to give Forden the crown of victory eluded the batsman's team. അപ്പോൾ എന്താ പറയുക, ബ്ലാക്ക്സ്മിത്തിൻ്റെ ആ ഒരു എഫേർട്ടൊക്കെ വെറുതെ ആയിപ്പോയി. അത് മിസ്റ്റർ പൊള്ളോക്ക് തട്ടിയെടുത്തു. മാച്ച് ടൈ ആയിരുന്നു. അപ്പോൾ ഈ ഒരു സിംഗിൾ എന്ന് പറയുന്നത് ഈ ക്രൗൺ ഓഫ് വിക്ടറിയിൽ നിന്ന് ബാറ്റ്സ്മാൻ്റെ ടീം ഒഴിഞ്ഞു മാറി എന്നാണ് പറയണത്. How did Hodge disagree with Napoleon's dictum? Napoleon laid it that it was impossible to have too many men upon a battlefield. നെപ്പോളിയൻ പറഞ്ഞ എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ ബാറ്റിൽ ഫീൽഡ് ഉണ്ടാകുമ്പോൾ അത് ഇമ്പോസിബിളാണ്. മിസ്റ്റർ ഹോഡ്ജ് സോ എവ്രി വൺ ഓൺ ദ ഫീൽഡ് ടു എഫക്റ്റ് എ ക്യാച്ച്. അപ്പോൾ മിസ്റ്റർ ഹോഡ്ജ് കണ്ടത് അവിടെ എല്ലാവരും ക്യാച്ച് ചെയ്യാനായിട്ട് വന്ന് നിൽക്കുന്നതാണ്. How did Livingstone and Southcote miss the catch? Livingstone was ordered by Hodge not to run for the catch. Bobby Southcote ran but tripped over the recumbent Donald. ലിവിങ്സ്റ്റോണിനോട് ഹോഡ്ജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓടണ്ടാന്ന്. ബോബി സൗത്ത്കോട്ട് ഓടിയപ്പോൾ റെക്കമെൻഡ് ഡൊണാൾഡിൻ്റെ മേലെ കൂടെ വീണു. What is a comedy the professor's play? The professor made a calculation of angle, velocities, densities of air, barometer, readings and temperatures. He arrived at the spot where the ball would land but collided with Donald. അപ്പോൾ പ്രൊഫസർ ഭയങ്കര കാൽക്കുലേഷനിലായിരുന്നു. ആംഗിൾ, വെലോസിറ്റി, ഡെൻസിറ്റി എന്നൊക്കെ നോക്കിയിട്ടായിരുന്നു പോയിരുന്നത്. അദ്ദേഹം സ്പോട്ടിലെത്തിയപ്പോഴേക്കും ഡൊണാൾഡുമായിട്ട് കൂട്ടിമുട്ടുക ചെയ്തത്. How did the match end in the tie? Pollock grabbed at the ball while the batsman tried for a single to win the match. The match was tied. പൊള്ളോക്ക് എന്താ പറയുക, ഈ ഒരു ബോള് തട്ടിയെടുക്കാൻ എടുത്തപ്പം എന്ത് ചെയ്തു, ബാറ്റ്സ്മാൻ ഒരു സിംഗിളിന് ട്രൈ ചെയ്തു ജയിക്കാനായിട്ട്. പക്ഷേ മാച്ച് ടൈ ആയിരുന്നു. Who looked like the pitchers of the Troika? The two batsmen and the runner in their attempt and zeal to take a single ran for the same wicket and later they turned and ran for the other. Then they therefore looked like pitchers of Russian Troika. അപ്പോൾ ബാറ്റ്സ്മാനും റണ്ണറും ആയിരുന്നു ഇങ്ങനെ തത്വം. മീൻസ് അവർ രണ്ടുപേരും ഒരു സിംഗിളിന് വേണ്ടിയിട്ട് സെയിം വിക്കറ്റിന് വേണ്ടിയിട്ട് ഓടുമായിരുന്നു. അപ്പം റഷ്യൻ ട്രോയ്ക്കയുടെ പോലെ അവരെ കണ്ടാൽ തോന്നി എന്നാണ് പറയുന്നത്. യൂസ് ഫോളോയിങ് idioms and phrases. അപ്പം to take oneself off, to take notice with the sound of limping, as if, as it were, to set out on behalf of, among the ranks of, glance at, to come to a decision, colliding on the way with, sandwiched between, striking testimony to grab something off, bent on. Thank you.